നമസ്കാരം. ഇന്ത്യൻ കുപ്പായത്തിൽ ഒരിക്കൽ കൂടി ബാറ്റിംഗിൽ ഫ്ലോപ്പായി മാറിയതോടെ സ്റ്റാർ ബാറ്ററായ വിരാട് കോഹ്ലിയുടെ സ്ഥാനത്തിന് നേരെ ചോദ്യങ്ങൾ ഉയർന്നിരിക്കുകയാണ്. ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിലും അദ്ദേഹം നിരാശപ്പെടുത്തുകയായിരുന്നു. 12 പന്തുകൾ നേരിട്ട കോഹ്ലി വെറും 5 റൺസ് മാത്രമെടുത്ത് ക്രീസ് വിടുകയായിരുന്നു. നേരത്തെ ന്യൂസിലൻഡുമായി നാട്ടിൽ കളിച്ച 3 ടെസ്റ്റുകളുടെ പരമ്പരയിലും അദ്ദേഹം വൻ ദുരന്തമായിരുന്നു. ഓസ്ട്രേലിയക്കെതിരായ 5 ടെസ്റ്റുകളുടെ ഈ പരമ്പര കോഹ്ലിയുടെ അവസാനത്തെ റെഡ് ബോൾ പരമ്പര കൂടിയായി ഒരുപക്ഷെ മാറിയേക്കും. തുടർന്നുള്ള ഇന്നിംഗ്സുകളും ബാറ്റിംഗിൽ ക്ലിക്കായില്ല എങ്കിൽ അദ്ദേഹത്തെ ടീമിൽ നിന്നും ഒഴിവാക്കണമെന്ന റിപ്പോർട്ടുകൾ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ നിർബന്ധിതരാവുകയും ചെയ്യും ടീം. ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കാൻ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ നിർബന്ധിതനായി മാറുമെന്ന് ഉറപ്പാണ്. കോഹ്ലിയെ പുറത്താക്കിയാൽ ടെസ്റ്റ് ടീമിൽ 4-ാം നമ്പറിൽ പകരം ആര് എന്നതാണ് ഉയരുന്ന അടുത്ത ചോദ്യം. ഈ റോൾ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള ചില താരങ്ങൾ ആരൊക്കെയാണെന്നും നോക്കാം. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ വിരാട് കോഹ്ലിക്ക് പകരം 4-ാം നമ്പറിൽ വരാൻ എല്ലാവരും പറയുന്ന ഒരു സാധ്യതയുള്ള ഒരു താരം എന്ന് പറയാൻ പറ്റില്ല. നേരത്തെ 5-ാമനായ ടെസ്റ്റിൽ ഇന്ത്യക്ക് വേണ്ടി പല ശ്രദ്ധേയമായ പ്രകടനങ്ങളും നടത്തിയിട്ടുള്ള താരമാണ് 29-കാരനായ ശ്രേയസ് അയ്യർ. പിന്നീട് മോശം ഫോം കാരണം ശ്രേയസിന്റെ സ്ഥാനം തെറിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ടെസ്റ്റ് ടീമിലേക്ക് തിരികെ വിളിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അടുത്തിടെ രഞ്ജി ട്രോഫിയിൽ മുംബൈക്കായി കന്നി ഡബിൾ സെഞ്ചുറിയോടെ ശ്രേയസ് കസറിയിരുന്നു. ഈ പ്രകടനം തീർച്ചയായും ഇന്ത്യൻ സെലക്ടർമാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇന്ത്യക്ക് വേണ്ടി 14 ടെസ്റ്റുകളിൽ നിന്നും 811 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഒരു സെഞ്ചുറിയും 5 50കളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസണാണ് ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ 4-ാം നമ്പറിലേക്ക് നറുക്ക് വീഴാൻ ഏറ്റവും അധികം സാധ്യതയുള്ള രണ്ടാമത്തെ ആൾ. ഇന്ത്യക്ക് വേണ്ടി വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇതിനോടകം അരങ്ങേറിയെങ്കിലും റെഡ് ബോൾ ക്രിക്കറ്റിൽ അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുകയാണ് സഞ്ജു സാംസൺ. ടെസ്റ്റിലും ഇന്ത്യൻ കുപ്പായം അണിയുക എന്ന സഞ്ജുവിന്റെ മോഹം വൈകാതെ യാഥാർത്ഥ്യമാക്കും. നേരത്തെ തന്നെ ഗൗതം ഗംഭീറും അതുപോലെ തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ തയ്യാറായിരിക്കുക, അതുപോലെ തന്നെ രഞ്ജി ട്രോഫിയിൽ കളിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിനായി തയ്യാറായിരിക്കാനും മാനേജ്മെന്റ് പറഞ്ഞതായും സഞ്ജു തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ടെസ്റ്റ് ടീമിലേക്ക് വിളിയെത്താനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. അവസാനമായി കളിച്ച ദുലീപ് ട്രോഫിയിൽ സഞ്ജു സെഞ്ചുറിയോടെ കസറിയിരുന്നു. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കേരളത്തിനൊപ്പം അദ്ദേഹത്തിന്റെ റെക്കോർഡും മികച്ചതാണ്. 65 ഇന്നിംഗ്സുകളിലായി 107 ഇന്നിംഗ്സുകളിൽ സഞ്ജു ബാറ്റ് ചെയ്തു കഴിഞ്ഞു. ഇവയിൽ നിന്നും 3834 റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യമായിട്ട് പറയാനുള്ളത്. 11 സെഞ്ചുറികളും 16 50കളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 211 റൺസാണ് ഉയർന്ന സ്കോർ. ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ 4-ാം നമ്പർ ലഭിച്ചേക്കാവുന്ന 4-ാമത്തെ താരം സർഫറാസ് ഖാനാണ്. ഈ വർഷം ടെസ്റ്റിൽ അരങ്ങേറിയെങ്കിലും അദ്ദേഹത്തിന് ടീമിൽ സ്ഥാനം ഉറപ്പിക്കാനായിട്ടില്ല. 6-ാം നമ്പറിലാണ് സർഫറാസിനെ പലപ്പോഴും ഇന്ത്യ ഇറക്കിയത്. ചില മികച്ച ഇന്നിംഗ്സുകൾ താരം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. കോഹ്ലി ഇല്ലെങ്കിൽ 4-ാം നമ്പറിൽ സർഫറാസിനെ കൂടുതൽ മത്സരങ്ങളിൽ ഇന്ത്യ പരീക്ഷിച്ചേക്കും. നിലവിൽ 6 ടെസ്റ്റുകളിൽ നിന്നും 1 സെഞ്ചുറിയും 3 50യും അടക്കം 371 റൺസാണ് താരം സ്കോർ ചെയ്തത്. ആഭ്യന്തര ക്രിക്കറ്റിലെ റൺ മെഷീൻ തന്നെയാണ് സർഫറാസ് ഖാൻ. 54 മത്സരങ്ങളിൽ നിന്നും 4593 റൺസ് താരം അടിച്ചെടുത്തു കഴിഞ്ഞു. 16 സെഞ്ചുറികളും 14 അർദ്ധ സെഞ്ചുറികളും അടക്കമാണ് ഇത്.